ബംഗാളി നടി നൽകിയ ബലാത്സംഗ കേസിൽ നിന്നും രഞ്ജിത്തിന് രക്ഷപ്പെടാനാകില്ലെന്ന് സംവിധായകനും ചലച്ചിത്ര മേഖലയിലെ പ്രമുഖ സാന്നിധ്യവുമായ ജോഷി ജോസഫ്. ശക്തമായ തെളിവുകളുടെ സാന്നിധ്യത്തിൽ രഞ്ജിത്തിന് കുരുക്ക് മുറുകുകയേ ഉള്ളൂവെന്നും ജോഷി ജോസഫ് പറയുന്നു. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെ ഉയർന്നുവന്ന പീഡന പരാതികളെല്ലാം സത്യസന്ധമായി കൊള്ളണമെന്നില്ല എന്നും അദ്ദേഹം വ്യക്തമാക്കി. സംവിധായകൻ രഞ്ജിത്തിൽ നിന്നും ബംഗാളി നടിക്കുണ്ടായ ദുരനുഭവം പുറത്തു കൊണ്ടുവരാൻ മുൻകൈയെടുത്ത ജോഷി ജോസഫ് വൈറ്റ് സ്വാൻ ടിവിയുമായി നടത്തിയ അഭിമുഖത്തിൽ നിന്ന്, അതായത് ഇതിനകത്ത് വളരെ ജെനുവിനായിട്ടുള്ള കേസുകളും അല്ലാതെയുള്ള കേസുകളും ഉണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇൻഡസ്ട്രിയിൽ ഇതൊരു ചാൻസിന്റെ പ്രശ്നമാണല്ലോ. അതായത് ഫിലിമിൽ ഒരു ചാൻസ് കിട്ടുക എന്ന് പറയുന്നത് പല ചരടുവലികളും പല തരത്തിലുള്ള ഞാണിന്മൽ കളിയിലൂടെയാണ് ഒരാൾക്കൊരു ചാൻസ് കിട്ടുന്നത്. ഇൻഡസ്ട്രിയിൽ വളരെ ജെനുവിനായിട്ടുള്ള സർവൈവേഴ്സിന്റെ കഥകളുടെ ക്രെഡിബിലിറ്റി കളയാൻ വേണ്ടിയിട്ട് പ്ലാൻ ചെയ്തിട്ടുള്ള ഈ കേസ് അങ്ങനെയാണെന്ന് പറയാൻ എനിക്ക് തെളിവില്ല. പക്ഷെ അങ്ങനെ അതായത് ജെനുവിനായിട്ടുള്ള കേസുകളുടെ ക്രെഡിബിലിറ്റി കളയാൻ വേണ്ടി പ്ലാൻ ചെയ്തിട്ടുള്ള ഒരുപാട് കേസുകളുണ്ട്. അതിൽ വലിയ കാര്യമായിട്ട് ഞാൻ കാണുന്നില്ല. ഈ ശ്രീലേഖ മിത്രയുടെ കേസിലാണല്ലോ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന് ശേഷം ആദ്യമായിട്ട് ഒരു നടി തുറന്നു പറഞ്ഞത് ബംഗാളി നടി ശ്രീലേഖ മിത്രയാണല്ലോ. അപ്പൊ അതിന് കാരണക്കാരനായത് ഞാൻ തന്നെയാണ്. കാരണം 10-15 വർഷമായത് മനസ്സിൽ തിങ്ങി നിന്നിരുന്ന ഒരു കാര്യമാണ്. അന്ന് ഞങ്ങൾ ഇതൊരു ചർച്ചയാക്കണം എന്ന് വിചാരിച്ചിട്ട് ശ്രീലേഖയ്ക്ക് അന്ന് അതിനുള്ള ഒരു കോൺഫിഡൻസ് ഇല്ലായിരുന്നു. അപ്പൊ 15 വർഷത്തിന് ശേഷം ഇങ്ങനെ ഒരു ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വരുമ്പോൾ സ്വാഭാവികമായിട്ടും പണ്ട് ഇങ്ങനെ ഒരു സംഗതി സംഭവിച്ചിട്ടുണ്ട് എന്ന് ലോകത്തോട് പറയുക എന്നതായിരുന്നു അവർക്കൊരു പ്രേരക ശക്തിയാകാനായിട്ട് എന്നെ പ്രേരിപ്പിച്ചത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവര് തന്നെ സ്വയമായി വന്ന് പറഞ്ഞ കാര്യങ്ങളാണ് ഇതെല്ലാം. ഞാനാണ് പക്ഷെ അതിന് ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നതിന് ശേഷം മീഡിയയിൽ ഞാനിതാണ് ഇങ്ങനൊരു സംഭവം സംഭവിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞ് ഞാനാണ് വിവരം കൊടുത്തതും അവര് വിളിക്കുകയും ഒക്കെയാണ് ചെയ്തത്. അപ്പോ അതിനുശേഷം ഇപ്പൊ പലപ്പോഴും ഈ പോലീസിന് കൊടുക്കുന്ന മൊഴി ആളുകൾ ഇപ്പൊ ദിലീപിന്റെ കേസിൽ തന്നെ മാറ്റി പറയുന്നു, മജിസ്ട്രേറ്റിന് മുമ്പിൽ വരുമ്പോൾ മാറ്റി പറയുന്നു. അപ്പൊ ഈ പോലീസിന്റെ മുമ്പിൽ കൊടുക്കുന്ന മൊഴിക്ക് വലിയ വിലയില്ല. മജിസ്ട്രേറ്റിന് മുമ്പിൽ കൊടുക്കുന്ന 164-നാണ് തെളിവ് വാല്യൂ ഉള്ളത്. കോടതിയിൽ അതിനാണ് വാല്യൂ ഉള്ളത്. അപ്പൊ അത് കഴിഞ്ഞ് ആ സമയത്ത് ഞങ്ങൾ ശ്രീലേഖ മിത്രയെ നാട്ടിൽ കൊണ്ടുവരാൻ വേണ്ടി ഒരു സംവാദത്തിന് നാട്ടിൽ കൊണ്ടുവരാൻ വേണ്ടി ഒരു പ്ലാനൊക്കെ ചെയ്തപ്പോഴത്തേക്കും അവർക്ക് അതിനൊക്കെ ഒറ്റയ്ക്ക് വരാനുള്ള ധൈര്യമില്ല. പക്ഷെ അവരവിടെ വരാതിരുന്നതുകൊണ്ട് പോലീസ് അവരുടെ മൊഴിയെടുത്തത് വീഡിയോ കോൺഫറൻസിങ് വഴിയാണ്. അത് കഴിഞ്ഞിട്ട് വീഡിയോ കോൺഫറൻസിങ് വഴി തന്നെ അലിപ്പൂർ ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ ഇവരുടെ അടുത്ത മജിസ്ട്രേറ്റിന് മുമ്പിലുള്ള 164 എടുത്തു. പോലീസിന് കൊടുത്ത മൊഴിക്ക് ശേഷമാണ് സാധാരണ ഈ പറഞ്ഞ മജിസ്ട്രേറ്റിന് മുമ്പിൽ മൊഴി കൊടുക്കുന്നത്. അപ്പൊ മജിസ്ട്രേറ്റിന് മുമ്പിൽ ഇവർ മൊഴി കൊടുത്തു കഴിഞ്ഞാൽ പോലീസിന് കൊടുത്ത മൊഴിയിൽ വലിയ കഥയൊന്നുമില്ല. ഇതിന് 164 കോടതിയുടെ മുമ്പിലുള്ള ഇത്. പക്ഷെ അതിനകത്ത് ഇവര് പറഞ്ഞു ഇതിനകത്ത് എന്തോ ഞാൻ പറഞ്ഞ അങ്ങനെ തന്നെയല്ല എഴുതിയിട്ടുള്ളത് എന്ന് പറയുന്നു. ഞാൻ അവിടെ ഇരിക്കുമ്പോഴത്തേക്കും അപ്പൊ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിന്റെ അയച്ചു കൊടുത്ത ആ റിപ്പോർട്ടിൽ മോട്ടിവേറ്റഡ് ബൈ ജോഷി ജോസഫ് എന്ന് എഴുതി വെച്ചിരിക്കുന്നു. അതായത് ഇതിന് അവര് ഒരു സ്വയബോധ്യത്തിൽ പറയുന്ന ഒരു കാര്യം അതിനെ ചുരുക്കാൻ വേണ്ടിയിട്ട് എന്ന് എനിക്കൊരു സംശയം തോന്നുന്നു. അല്ലെങ്കിൽ മോട്ടിവേറ്റഡ് ബൈ ജോഷി ജോസഫ് എന്ന് എഴുതേണ്ട കാര്യമില്ലല്ലോ. അറ്റ് ദ ബെസ്റ്റ് മേ ബി യു ക്യാൻ കോൾ മീ എ വിസിൽ ബ്ലോവർ അല്ലേ. ഞാൻ മറ്റ് കാര്യങ്ങളിൽ ഉണ്ടാകാതിരുന്ന ഒരു ചർച്ചയുടെയും സംവാദത്തിന്റെയും ഒരു തീവ്രത ശ്രീലേഖ മിത്രയുടെ കേസിന് വന്നത് ഞാൻ ശ്രീലേഖ മിത്ര പറഞ്ഞ കാര്യങ്ങൾ കൊറാബറേറ്റ് ചെയ്യുന്നു. ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ഞാൻ മറ്റുള്ളവരോട് ഫാദർ അഗസ്റ്റിൻ വട്ടോലി അങ്ങനെ പലരോടും പറഞ്ഞ് അവര് കൊറാബറേറ്റ് ചെയ്യുന്നു. അപ്പൊ ഇത് വെറുതെ അന്തരീക്ഷത്തിൽ നിന്നും കെട്ടിയിറങ്ങി നിൽക്കുന്നതല്ല എന്ന് ആർക്കും ഒറ്റ കേൾവിയിൽ ബോധ്യമാവുന്ന ഒരു കാര്യമാണ്. അങ്ങനെയാണല്ലോ ജീവിതത്തിൽ നമ്മളൊരു കാര്യം സംഭവിച്ചു കഴിഞ്ഞാൽ അപ്പൊ തന്നെ നമ്മുടെ ചുറ്റുമുള്ള ആളോട് പറയുമല്ലോ. അത് കഴിഞ്ഞ് 15 വർഷം കഴിയുമ്പോൾ എന്തുകൊണ്ട് 15 വർഷം കഴിഞ്ഞു എന്ന ചോദ്യത്തിന് ഇതിൽ തന്നെ ഉത്തരവുണ്ട്. കാരണം അന്ന് നമ്മൾ ഇത് സംസാരിച്ചിട്ട് അതൊന്നും ആയില്ല. ഇതിൽ ഈ 15 വർഷത്തിൽ ഒരു 5 വർഷത്തിന്റെ ക്രെഡിറ്റ് സർക്കാരിന്റെ അക്കൗണ്ടിൽ എഴുതേണ്ടതാണ്. 5 വർഷം മുമ്പ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നിരുന്നെങ്കിൽ 5 വർഷം മുമ്പ് ഈ ധൈര്യം ശ്രീലേഖ മിത്രയ്ക്ക് ഉണ്ടായേനെ, മറ്റാളുകൾക്ക് ഉണ്ടായേനെ.
ഇപ്പൊ ഈ 15 വർഷത്തിൽ 5 വർഷം നേരെ സർക്കാരിന്റെ അക്കൗണ്ടിൽ എഴുതേണ്ടതാണ്. 15 വർഷത്തെ ഡിലേ എന്ന് ഇവർ സാങ്കേതികമായി പറയുന്ന കാര്യത്തിൽ 5 വർഷത്തിന് ആൻസറബിൾ ആയിട്ടുള്ളത് സർക്കാരാണ്. എന്തായാലും ഇക്കാര്യത്തിൽ ഞാൻ ഈ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിന്റെ ശ്രീലേഖ മിത്രയുടെ ഫോണിൽ വായിച്ച സംഗതി, അപ്പൊ അവർ പറഞ്ഞില്ല ഞാൻ അങ്ങനെ മോട്ടിവേറ്റ് ചെയ്ത് പറഞ്ഞിട്ടില്ല. ഞാൻ ക്രോണോളജി ഓഫ് ഇവന്റ്സ് എന്താ സംഭവിച്ചത് ഞാൻ പറഞ്ഞു ഇറ്റ്സ് ഓക്കെ, അവിടെ ഇരിക്കട്ടെ, കുഴപ്പമില്ല. അപ്പോ എനിക്ക് ഒരു സംശയമുണ്ട്. ഇതിൽ ഒന്ന് ഇത്രയും നാൾ പിടിക്കുന്നു, ഇതിന് ഒരു പൊളിറ്റിക്കൽ പ്രഷർ ഇക്കാര്യത്തിൽ വർക്ക് ചെയ്യുന്നില്ലേ എന്ന് ഞാൻ ഈ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിന് ശ്രീലേഖ മിത്ര കൊടുത്ത മൊഴി അവരുടെ മൊബൈലിൽ ഞാൻ വായിച്ചപ്പോൾ മോട്ടിവേറ്റഡ് ബൈ ജോഷി ജോസഫ് എന്ന് എഴുതി കണ്ടപ്പോൾ എനിക്ക് പൊളിറ്റിക്കൽ പ്രഷർ ഇക്കാര്യത്തിൽ ഉണ്ടോ ഇല്ലയോ എന്ന് എന്റെ ഒരു സംശയത്തിന്റെ മനസ്സിന്റെ പുറകിലുണ്ടായിരുന്ന വളരെ ശക്തമായിട്ടുണ്ട്. അപ്പോ ഈ ശ്രീലേഖ മിത്രയുടെ കേസ് ഇനി ദുർബലമാകാൻ സാധ്യതയുണ്ടോ? ഇല്ല, സാധ്യതയില്ല. കാരണം ഇത് ഞാനതങ്ങ് ഏറ്റെടുത്താൽ മതിയല്ലോ. അതായത് ഇവര് മോട്ടിവേറ്റഡ് ബൈ ജോഷി ജോസഫ് എന്ന് സാധാരണ നമ്മളൊരു ക്രൈമിന് മാത്രമല്ലേ അതിന്റെ ഒരു മോട്ടിവേഷൻ കുറ്റമാകുന്നുള്ളൂ. ഇതങ്ങനെയല്ലോ. ഇത് നമ്മൾ ഒരു സാമൂഹ്യമായിട്ടുള്ള ഒരു ഇടപെടലല്ലേ നടത്തിയത്. ഇത് ഈ ശ്രീലേഖ മിത്ര പറഞ്ഞുകൊണ്ടല്ലേ ഇത്രയും കാര്യങ്ങൾ അതിനുശേഷം മറ്റു നടികൾക്ക് പറയാനും മറ്റു സർവൈവേഴ്സിന് പറയാനും ഉള്ള ധൈര്യം കിട്ടിയത്. അപ്പോ അത് ശ്രീലേഖ മിത്ര സ്വയം ഏറ്റെടുത്ത കാര്യമാണെങ്കിലും പോലീസ് മൊഴിയിൽ മോട്ടിവേറ്റഡ് ബൈ ജോഷി ജോസഫ് എന്ന് എഴുതിയത് ഒരു കുബുദ്ധിയല്ലേ എന്ന് എനിക്ക് തോന്നുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് കേസ് ദുർബലമാകുന്ന പ്രശ്നമേ ഉദിക്കുന്നില്ല. ഞാനതങ്ങ് ഏറ്റെടുക്കുന്നു. അപ്പൊ ഇതില് നീതി ലഭിക്കാൻ സാധ്യതയുണ്ടോ? കാരണം ഇതിൽ 10-36 സാക്ഷികളുണ്ട്. നമ്മളൊരു കഥ പറഞ്ഞു കഴിഞ്ഞാൽ 15 വർഷം മുമ്പ് നടക്കുന്ന കഥയാണല്ലോ. അപ്പോ എന്റെ വീട് തമ്മനത്ത് ചില്ല. ആ വീട്ടിലേക്കാണ് ഞാൻ ഇവരെ ഈ DD നെസ്റ്റ് എന്ന് പറയുന്ന ഫ്ലാറ്റിൽ നിന്നും ഇവര് ഈ അനുഭവം ഉണ്ടായി. തൊട്ടടുത്ത എടശ്ശേരി ഹോട്ടലിൽ പോയി താമസിക്കുന്നു. കാലത്ത് ഞങ്ങൾ തമ്മിൽ സംസാരിക്കുന്നു. ഞാൻ അവരെ അവിടെ നിന്ന് ഓട്ടോറിക്ഷയിലാണ് കൂട്ടിക്കൊണ്ട് എന്റെ വീട്ടിൽ വരുന്നത്. അപ്പൊ നെസ്റ്റ് എന്ന് പറഞ്ഞാൽ കൂട് എന്നാണല്ലോ. അപ്പൊ ഈ കൂട്ടിലുണ്ടായ ദുരനുഭവത്തിൽ നിന്നും ചില്ല എന്ന വീട്ടിലേക്കാണ് കൂട്ടിക്കൊണ്ടുവന്നത് എന്നൊരു കൗതുകം കൂടി കൊണ്ടൊന്ന് കൂട്ടിക്കോ. അപ്പോ അന്ന് DD നെസ്റ്റിലുണ്ടായിരുന്ന അന്നത്തെ സെക്യൂരിറ്റി ഗാർഡ്, ആ വീട്ടിൽ അടിച്ചു തെളിയാൻ വേണ്ടി വന്നിരുന്ന സ്ത്രീ, അവരെല്ലാം ഇപ്പോഴും ഉണ്ട്. പിന്നെ ഇവര് എടശ്ശേരി ഹോട്ടലിൽ താമസിച്ച ആ മുറിയിൽ അതൊരു ഷൂട്ടാണ്, അതൊരു വലിയ മുറിയാണ്. അപ്പൊ ആ മുറിയിൽ എന്നെയും കൊണ്ടുപോയി. അപ്പൊ ഞാൻ പക്ഷെ അതിന്റെ സോഫയുടെ നിറം ഓർക്കുന്നില്ല. ഇവര് നിറം ഓർക്കുന്നുണ്ട്. കാരണം ആ സോഫയും അവിടെ ഉണ്ടായിരുന്ന കസേരകളും എല്ലാം സോഫ കംഫർട്ട്, പിന്നെ അല്ലാതെ തന്നെ ഇരിക്കാനുള്ള സോഫ, ഇതെല്ലാം കൂടി ഇവര് തള്ളി നീക്കി ഈ വാതിലിന്റെ പുറകിൽ കൊണ്ടുപോയി വെച്ചിരിക്കുകയായിരുന്നു. കാരണം ഇവർക്ക് ഒരു സെക്കൻഡ് താക്കോല് വെച്ച് തുറന്ന് വന്നു കഴിഞ്ഞാൽ ശബ്ദം കേൾക്കാൻ വേണ്ടി. അപ്പൊ ഒരു സ്ത്രീ രാത്രി ഒറ്റയ്ക്ക് ഈ സോഫയൊക്കെ തള്ളിയിടുമ്പോൾ ആ സോഫയുടെ നിറം പോലും അവരുടെ മനസ്സിലേക്ക് കയറിപ്പോകും. അപ്പൊ പോലീസ് കാണിച്ചു കൊടുക്കുമ്പോൾ, വീഡിയോ കാണിച്ചു കൊടുക്കുമ്പോഴത്തേക്കും ആ സോഫയുടെ നിറം പോലും അവർ തിരിച്ചറിഞ്ഞു. അപ്പൊ അതുകൊണ്ട് ഇതിലെ തെളിവുകൾ എന്ന് പറയുന്നത് സൂക്ഷ്മമാണ്. സാങ്കേതികമായിട്ട് തള്ളിക്കളയണമെങ്കിൽ അതെപ്പോ വേണമെങ്കിലും കോടതിക്ക് തള്ളിക്കളയാവുന്നേ ഉള്ളൂ. പക്ഷെ അതിൽ 5 കൊല്ലത്തിന്റെ ഒരു അക്കൗണ്ട് സർക്കാരിന്റെ ഇതിൽ എഴുതേണ്ടതാണ്. കാരണം ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് 5 കൊല്ലം മുമ്പ് വന്നിരുന്നെങ്കിൽ 5 കൊല്ലം മുമ്പ് ശ്രീലേഖ മിത്ര പറഞ്ഞാണ്. രാഷ്ട്രീയ കളികൾക്ക് സാധ്യത ഉണ്ട് എന്ന് പറഞ്ഞില്ലേ? അതായത് സർക്കാർ റിപ്പോർട്ട് അട്ടിമറിക്കാൻ സാധ്യത ഉണ്ടെന്ന്. അപ്പൊ നമ്മുടെ ഈ ഇടതിന്റെ ഭരണത്തിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കാൻ പാടുള്ളതാണോ? പാടില്ലാത്തതാണ്. കാരണം ഞാൻ ഇതിന്റെ തുടക്കത്തിൽ ഞാനും വളരെ സത്യസന്ധമായി തന്നെയാണ് ഈ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിന്റെ അന്വേഷണത്തോട് സഹകരിച്ചതും അവരുടെ ഉദ്ദേശശുദ്ധിയെ സംശയിക്കാതിരുന്നതെല്ലാം. ഞാൻ അവരുമായി ഇടപഴകുമ്പോഴത്തേക്കും നമുക്ക് കിട്ടുന്ന ഒരു അനുഭവം നല്ലതായിരുന്നു. പക്ഷെ ഇതിനൊരു ഡിലേ ഉണ്ടാകുകയും ഈ ശ്രീലേഖ മിത്രയുടെ മൊഴി ഇങ്ങനെ ഒരു സംഗതി അതിനകത്ത് അവർ ചോദിച്ച് അത് ആ മൊഴിയിലില്ല, അല്ലാതെ ഫോണിൽ ശ്രീലേഖയോട് ചോദിച്ചത് ഇതിന് ഏതെങ്കിലും അതായത് അവർ കൊടുത്ത പോലീസ് കംപ്ലൈന്റിന് ഏതെങ്കിലും സഹായം കിട്ടിയിട്ടുണ്ടോ, കിട്ടിയിട്ടുണ്ടെങ്കിൽ എവിടുന്ന് എന്നെല്ലാം ചോദിച്ച് ഇത് രേഖപ്പെടുത്തി വെച്ചിരിക്കുകയാണ്. ഇതെല്ലാം ഞാനൊന്നും മറച്ചു വെച്ചിട്ടില്ല. അതായത് ശ്രീലേഖ മിത്ര
ശരിക്കും ഇത് പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം 2 ദിവസം അവരിത് എഴുതി കൊടുക്കാതിരുന്നു. ഓക്കെ. ടെലിവിഷൻ ചാനലിൽ പറഞ്ഞു, ചാനലുകളോട് ഇന്റർവ്യൂ കൊടുത്തു. അവര് ചാനലുകളിൽ പറഞ്ഞ കാര്യമാണ് ഇഫ് ഹി സേസ് സോറി ദാറ്റ് വിൽ ബി ഓൾ റൈറ്റ് എന്നും. ഒരു സോറി പറഞ്ഞാൽ തീരുന്ന കാര്യമുള്ളായിരുന്നു. കാരണം ഇത് ഇങ്ങനെ സംഭവിച്ചു എന്ന് ഒരു ചർച്ചയിൽ കൊണ്ടുവരിക എന്നതായിരുന്നു അവരുടെ ഉദ്ദേശം. അവരുടെ കൂടെ നിൽക്കുമ്പോൾ എന്റെ ഉദ്ദേശം അത്രേ ഉള്ളായിരുന്നു. അതുകൊണ്ട് 2 ദിവസം എഴുതി കൊടുത്തിട്ടില്ല. അപ്പൊ യുവന്മാരെന്താ ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ മാനനഷ്ടത്തിന് കേസ് കൊടുക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ഇയാള് കൈരളി ടിവിയിൽ ഒരു വോയിസ് ക്ലിപ്പ് ഇട്ടു, രഞ്ജിത്ത്. ആ നിമിഷം ഞാൻ തീരുമാനിച്ചു എഴുതി കൊടുക്കണമെന്ന്. ഞാൻ ശ്രീലേഖയോട് പറയുകയും ചെയ്തു, ഞാൻ ഇതുവരെ പറഞ്ഞ കാര്യം പിൻവലിക്കുന്നു, എഴുതി കൊടുക്കുക. അപ്പൊ അവര് പറഞ്ഞു, ജോഷി എന്റെ അടുത്ത് ഇപ്പൊ ഇമ്മീഡിയറ്റ് ആയിട്ട് അഡ്വക്കേറ്റ് ഒന്നും ഇല്ല, ആരെങ്കിലും അഡ്വക്കേറ്റ്. ഞാൻ പറഞ്ഞു ഇവിടെ ഇഷ്ടംപോലെ അഡ്വക്കേറ്റ്സ് ഉണ്ട്, ഞാനിപ്പോ തന്നെ ഡ്രാഫ്റ്റ് ചെയ്ത് അയച്ചു തരാം എന്ന് പറഞ്ഞ് അവിടെയുള്ള ഞാൻ കണ്ടിട്ട് പോലും ഇല്ലാത്തൊരു അഡ്വക്കേറ്റിന്റെ അടുത്ത് ഒരുപാട് ഹൈക്കോടതിയിലെ അഡ്വക്കേറ്റുമാർ ഇവർക്ക് നേരിട്ട് കേസ് കൊടുക്കാൻ വേണ്ടി ഫ്രീ ആയിട്ട്, കാരണം ഇത് പേര് കിട്ടുന്ന കേസാണല്ലോ, ക്യൂ നിൽക്കുന്ന സമയത്താണ് ഞാൻ സീനിയർ ആയിട്ടുള്ള ഒരു അഡ്വക്കേറ്റിന് നമ്മുടെ ഫ്രണ്ട് വഴിയായിട്ട് കോണ്ടാക്ട് ചെയ്ത്, അതായത് അതിന്റെ ഫ്രെയിമിങ് കറക്റ്റ് ആയിരിക്കണം വാക്കുകളുടെ. അപ്പൊ അത് ഒരുപാട് വാക്കുകൾ ആവശ്യമില്ല, ഒരുപാട് വാചകങ്ങൾ ആവശ്യമില്ലതാണ്. ഈ ഡീറ്റെയിൽസ് ശരിക്കും നിങ്ങൾ ഒരു കംപ്ലൈന്റ് കൊടുത്തു കഴിഞ്ഞാൽ ഒരു പോലീസ് ചോദിക്കാൻ ആവശ്യമില്ലാത്ത ഒരു ഡീറ്റെയിൽസ് ആണ്. നിങ്ങൾ സ്വയമായിട്ട് എഴുതിയാണോ, ഏതെങ്കിലും അഡ്വക്കേറ്റിനെ കൊണ്ട് ചെയ്യിച്ചാണോ, അഡ്വക്കേറ്റ് എവിടെ നിന്നുള്ളതാണ്. അപ്പൊ ഇവരെല്ലാം പറഞ്ഞു, കാരണം ഞങ്ങൾക്ക് ഒന്നും മറക്കാനില്ല. അത് ജോഷിയോട് പറഞ്ഞിട്ട് ജോഷിയാണ് എനിക്ക് ചെയ്തതെന്ന് പറഞ്ഞു. ഒരു സംഗതിയുടെ പോക്ക് കാണുമ്പോഴാണല്ലോ, നമ്മളും എല്ലാം സാമാന്യ ബുദ്ധിയുള്ള മനുഷ്യരല്ലേ. അപ്പൊ സാമാന്യ ബുദ്ധിയും പിന്നെ ഇതുപോലുള്ള ഈ സർക്കാർ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളിൽ ഞാൻ കാണുന്ന അവർക്ക് ആവശ്യമുള്ള കാര്യങ്ങളിൽ അവര് ചെയ്യുന്ന അനീതിയും പോലീസിന്റെ കാര്യത്തിൽ എന്നിലെ രാഷ്ട്രീയ ജീവിയെ വളരെ സജീവമാക്കുകയും അത് ഇടതുപക്ഷ സർക്കാർ ചെയ്യാൻ പാടില്ലാത്തതാണ്. പ്രത്യേകിച്ച് ഇക്കാര്യത്തിൽ അവർ തുടക്കത്തിൽ ചെയ്തതെന്ന് ഞാൻ കരുതുന്നില്ല. പക്ഷെ ഇപ്പോൾ എനിക്ക് ഇക്കാര്യത്തിൽ സംശയമുണ്ട്. സർക്കാർ ഒട്ടും പിന്തുണ കൊടുക്കാത്തത് കൊണ്ട് തന്നെയല്ലേ ഇത്രയും വലിയൊരു റിപ്പോർട്ട് പുറത്തു വന്നിട്ടും വേറെ പരാതികളൊന്നും പുറത്തോട്ട് വരാതിരുന്നു? 1-2 പരാതികളല്ലേ പുറത്തു വന്നുള്ളൂ. അതെ, ഇതിന് മീഡിയ പ്രൊഫഷൻ ഉണ്ടായിരുന്നില്ലെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കി, ഇത് എവിടെ എത്തുമായിരുന്നില്ലല്ലോ. അപ്പൊ ശരിക്കും ഈ സർക്കാർ സംവിധാനത്തെ കൊണ്ട് ഇത്രയെങ്കിലും അതിന് ഒന്ന് ആക്ടിവേറ്റ് ചെയ്യിച്ചത് കേരളത്തിന്റെ പൊതുസമൂഹമാണ്. ആ പൊതുസമൂഹത്തെ കൊണ്ട് ചർച്ച ചെയ്ത മാധ്യമങ്ങളാണ്. അന്ന് ഈ ചാനലുകൾക്ക് പോലും ഇത് ഒരു സ്പോൺസർഷിപ്പ് പ്രോഗ്രാം ആയിരുന്നു. എല്ലാ ചാനലുകളും അല്ല, ചില ചാനലുകൾ ഇത് പ്ലാൻ ചെയ്യാൻ റെഡിയായിട്ടേ. കാരണം അവർക്കൊരു എക്സ്ക്ലൂസീവ് സ്റ്റോറി കിട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരാൾ ഒന്ന് പറയുന്നു, അതൊരു ഭയങ്കര 2 ദിവസത്തേക്ക് നിൽക്കാന്ന് വെച്ചാൽ എത്രയോ പരസ്യങ്ങളാണ് കിട്ടുന്നത്. അപ്പോ അതൊരു കുടിൽ വ്യവസായമായി ഒരാഴ്ച കേരളത്തിൽ നിന്ന കാര്യമാണ്. ഈ പറയാൻ റെഡിയായി നിൽക്കുന്ന ആളുകളെ കൊണ്ടുവരിക, അവരെ കൊണ്ട് പറയിപ്പിക്കുക. അപ്പൊ അങ്ങനെയൊക്കെ അതൊന്ന്. 2, ഇപ്പൊ ശ്രീലേഖ മിത്രയുടെ കാര്യം പോലെ ജെനുവിനായിട്ടുള്ള കേസുകളുടെ വിശ്വാസ്യത ഇല്ലായ്മ ചെയ്യുക എന്ന ഈ പവർ ഗ്രൂപ്പിന്റെ ഒരു കളിയും ഇക്കാര്യത്തിലുണ്ട് എന്നാണ് ഞാൻ ധരിക്കുന്നത്.